ഹായ് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ പിന്നെ ഈ അഡ്മിഷൻ പ്രോസസ്സ്, അത് യുജി ആവട്ടെ പിജി ആവട്ടെ, അതിന്റെ ഓരോ ഘട്ടവും എങ്ങനെയാണെന്ന് നമുക്ക് വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ആദ്യം കാണാം. അപേക്ഷ കൊടുക്കുന്നത് മുതൽ കോളേജിൽ ജോയിൻ ചെയ്യണത് വരെയുള്ള ആ ഒരു യാത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു വാക്കുണ്ട്, CAP. എന്താണിത്? നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരുപാട് കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. എല്ലാം ഒരിടത്ത്, ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് പോലെ. അപ്പോ ഇതുകൊണ്ടുള്ള ഗുണമെന്താണെന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് അപേക്ഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. പണ്ടത്തെ പോലെ ഓരോ കോളേജിലും ഓടി നടന്ന് അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എല്ലാം ചെയ്യാം. നിങ്ങളുടെ സമയവും പണവും രണ്ടും ലാഭിക്കാം. നല്ലൊരു കാര്യല്ലേ? ശരി, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു ഡിഗ്രി കോഴ്സിനാണോ അതോ PG കോഴ്സിനാണോ അപേക്ഷിക്കുന്നത്? കാരണം രണ്ടിനും അഡ്മിഷൻ പ്രൊസീജിയറിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. കണ്ടില്ലേ, ഇതാണ് മെയിൻ വ്യത്യാസം. നിങ്ങൾ UG, അതായത് ഡിഗ്രിക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ +2 മാർക്കാണ് പ്രധാനം. അതിനെയാണ് UG CAP എന്ന് പറയുന്നത്. പക്ഷേ PG കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഡിഗ്രി മാർക്കിന്റെ കൂടെ മിക്ക കോഴ്സുകൾക്കും ഒരു എൻട്രൻസ് എക്സാം കൂടി ഉണ്ടാവും. അതാണ് PGCAP. അതെ, PG കോഴ്സുകളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ടെസ്റ്റ് വരുന്നത്, CUCET, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. നിങ്ങൾ MA, MSc അല്ലെങ്കിൽ LLM പോലുള്ള കോഴ്സുകളാണ് നോക്കുന്നതെങ്കിൽ ഈ പരീക്ഷ എഴുതേണ്ടി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ മതി. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? എല്ലാം ഓൺലൈനിലാണ്, അത് ഓർക്കുമല്ലോ. അപേക്ഷ കൊടുക്കാനാകെ 4 സ്റ്റെപ്പുകളേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ admission.eoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങളുടെ പേരും വിവരങ്ങളും കൊടുത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും സെലക്ട് ചെയ്യാം. 20 ഓപ്ഷനുകൾ വരെ കൊടുക്കാനാകും. അവസാനം ഓൺലൈനായിട്ട് ഫീസ് അടച്ചാൽ മതി. അപേക്ഷ സബ്മിറ്റായി. അപ്പോ അപേക്ഷയൊക്കെ കൊടുത്തു. ഇനി എന്താ സംഭവിക്കുക? യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? അതാണ് അടുത്തത്. ഇതെല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കുമല്ലേ? ഇതിന്റെ ഉത്തരം അലോട്ട്മെന്റ് എന്നൊരു പ്രോസസ്സിലാണ്. പല ഘട്ടങ്ങളായിട്ടാണിത് നടക്കുന്നത്. ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പല സ്റ്റേജുകളായിട്ടാണ് നടക്കുക. ആദ്യം ഒരു ട്രയൽ അലോട്ട്മെന്റ് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാക്ടീസ് റൗണ്ട് പോലെയാണ്. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കി തിരുത്താനുള്ളൊരു അവസാന അവസരം. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അപ്പോഴാണ് ആദ്യത്തെ ഒഫീഷ്യൽ ലിസ്റ്റ് പുറത്തുവിടുന്നത്. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ്, അങ്ങനെ പോയി അവസാനം നിങ്ങളെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്നതോടെ അഡ്മിഷൻ ഉറപ്പിക്കും. പിന്നെ അഡ്മിഷൻ എന്ന് പറയുന്നത് വെറും മാർക്കിന്റെ മാത്രം കളിയല്ല. സംവരണം, അതായത് റിസർവേഷനും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ കാണുന്നത് സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാമുകളിലെ ഒരു കണക്കാണ്. മെറിറ്റ് സീറ്റുകളിൽ 65% ഓപ്പൺ കോട്ടയാണ്. ബാക്കിയുള്ളത് ഓരോ കമ്മ്യൂണിറ്റിക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി കൃത്യമായി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ കാത്തിരുന്ന് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടി, അടിപൊളി. പക്ഷേ സന്തോഷിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം. നിങ്ങളുടെ ജോലി ഇവിടം കൊണ്ട് തീരുന്നില്ല. അഡ്മിഷൻ ഉറപ്പിക്കാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മാൻഡേറ്ററി ഫീ ഓൺലൈനായിട്ട് അടയ്ക്കുക. ഇത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിക്കാനാണ്. ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്, ഇത് മറക്കരുത്. കാരണം നിങ്ങൾ ആ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ സീറ്റ് നഷ്ടപ്പെടും. അതുമാത്രമല്ല, ആ വർഷത്തെ തുടർന്നുള്ള ഒരു അലോട്ട്മെന്റിലും നിങ്ങളെ പരിഗണിക്കുകയുമില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ അടുത്തത് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യലാണ്. പോകുന്നതിനു മുൻപ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, TC, പിന്നെ എൻട്രൻസ് എഴുതിയവരാണെങ്കിൽ അതിന്റെ സ്കോർ കാർഡ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഈ ലിസ്റ്റിലുള്ള എല്ലാം ഒറിജിനലായിട്ട് കയ്യിൽ കരുതണം. അപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പ്രിന്റൌട്ടും എടുക്കാൻ മറക്കരുത്.
അപ്പോൾ ഇത്രയുള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ കാര്യങ്ങൾ. അപേക്ഷ കൊടുക്കുന്നത് മുതൽ കോളേജിൽ ചേരുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മളിപ്പോൾ കവർ ചെയ്തു. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കോഴ്സുകളും കോളേജുകളുമുണ്ട്. ഇനി നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു.